ചിലപ്പോ ശിവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കാണും. സോറി ഫ്രണ്ട്സ്, കുറച്ച് ലേറ്റ് ആയി പോയി. വേഗം വരൂ, ചിലപ്പോ അനിമൽ ട്രെയിൻ വന്നു പോയാലോ. സബാഷ് സബാഷ് സബാഷ്. ഞാൻ ചെയ്യുന്ന പ്ലാനിനൊക്കെ തീർച്ചയായിട്ടും സബാഷ് പറഞ്ഞേ മതിയാവൂ. അതാ ഞാൻ. കമാകാക്ഷി നോക്കി, അതെന്താ വരുന്നതെന്ന്. ബോസേ, ദേ ശരിക്കൊരു ട്രെയിൻ വരുവാ. ഓ മണ്ട, അതെനിക്കറിയാവുന്ന കാര്യമല്ലേ. നീ വെറും മണ്ടനല്ല, പമ്പര വിഡ്ഢി തന്നെയാ. ഞാൻ പറഞ്ഞത് ഏത് ട്രെയിനാണെന്ന് നോക്കാനാ. ഒന്നില്ലെങ്കിൽ അത് ചരക്ക് വണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ അത് പാസഞ്ചർ ട്രെയിൻ ആയിരിക്കും. അതും അല്ലെങ്കിൽ ഇലക്ട്രിക് ട്രെയിൻ, അതും അല്ലെങ്കിൽ പിന്നെ. ഇനി നീ ഒരു അക്ഷരം മിണ്ടരുത്. ആ വരുന്നത് ആനിമൽ ട്രെയിനാണ്. അതെല്ലാം സർക്കസിൽ നല്ലവണ്ണം ട്രെയിൻ ചെയ്ത ആനിമൽസ് ആണ്. ഐസ് പ്രദേശത്ത് മാത്രം ജീവിക്കുന്ന ആനിമൽസ്. അതായത് പെൻഗ്വിൻ, വെള്ളക്കരടി, സീൽ, മറ്റും. നിന്നെ പോലെ കുരങ്ങന്മാരല്ല. ഈ ആൾക്കാരൊക്കെ എന്തൊരു മണ്ടന്മാരാണല്ലേ. ഈ വേദാനഗരത്തിൽ ഐസൊക്കെ എവിടെയാണുള്ളത്? കോപ്പന്മാര് അതിനൊക്കെ ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്. വേദാ സിറ്റിയുടെ പുറത്ത് ഇൻഡോർ സ്നോയിൽ തീർത്ത വനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഈ ആനിമൽസിനെയൊക്കെ കൊണ്ടുപോവുക. എന്നിട്ട് പബ്ലിക്കിനെ കാണിക്കും. ഇപ്പോ ഈ ട്രെയിൻ നമ്മള് ഹൈജാക്ക് ചെയ്താൽ സർക്കാരിനോട് നമുക്ക് കോടിക്കണക്കിന് വില പേശാം. സബാഷ് 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 സബാഷ്. നോക്കി നിൽക്കാതെ എല്ലാരും വാ, വന്ന് ട്രെയിനിലേക്ക് എടുത്ത് ചാട്. ഇവൻ കാരണം എന്റെ നടുകൂടിയെന്ന് തോന്നുന്നു. മണ്ടന്മാരായ കൂട്ടരെ, വേദ നഗരത്തിലുള്ള ആർക്കും സംശയം തോന്നാൻ പാടില്ല. റെയിൽവേ സ്റ്റേഷൻ കുറച്ചു നേരം ട്രെയിൻ ഇടേണ്ടി വരും. പിന്നെ ട്രെയിൻ നഗരത്തിൽ നിന്ന് പുറത്ത് വന്ന ശേഷം നമ്മള് കൈക്കലാക്കുന്നു. എന്നിട്ട് ഗവൺമെന്റിനോട് 10 കോടി രൂപയാ ഞാൻ ചോദിക്കാൻ പോണേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ട്രെയിനിൽ ആർട്ടിക്, അന്റാർട്ടിക് എന്ന് വന്ന മൃഗങ്ങളാണ് ഉള്ളതെന്ന്. ഇവയൊക്കെ സർക്കസിൽ ട്രെയിൻ ചെയ്ത അനിമൽസ് ആണ്. ഇവയൊക്കെ വേദാ സ്നോ വനത്തിൽ വെക്കാനാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ചെന്ന് ഇവറ്റകളുടെ കളികൾ കണ്ട് നല്ലപോലെ രസിക്കാവുന്നതാണ്. ഇതെന്താ ഇങ്ങനെ? ഇവരൊക്കെ എന്താ ദേഷ്യം പിടിച്ച പോലെ നിൽക്കുന്നത്? നിങ്ങൾ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചിരിക്കുന്നുണ്ട്, പക്ഷെ ഇയാൾ ഇതൊന്നും റിയാക്ട് ചെയ്യുന്നേ ഇല്ലല്ലോ. ശിവ, അവർക്ക് വലിയൊരു ചുമതലയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ടെൻഷൻ അവർക്ക് കൂടുതൽ കാണുമല്ലോ. രേബ ഒന്ന് നിന്നേ. വിൻഡോയിൽ കൂടി ഞാൻ ഒരു കൈ കണ്ടു. അവിടെ ഒരാള് നിൽക്കുന്നുണ്ടായിരുന്നില്ലേ? അയാൾ വേഗം ആ കൈ താഴ്ത്തി കളഞ്ഞു. ഇവരിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ട്. അയാൾ നിൽക്കുന്നതിന് താഴെ ആരോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അയാളാണ് കൈ പൊക്കിയത്.
എന്നാ ശരി, നമുക്ക് ഈ കാര്യം ലഡു സിംഗിനെ അറിയിക്കാം. ലഡു സിംഗ് സാറേ, ഈ ട്രെയിനിൽ എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ആ മൃഗങ്ങളൊക്കെ നോക്കാൻ നിൽക്കുന്ന ആളെ കണ്ടോ? അത് ശരിക്കും അതിന്റെ ആൾക്കാരല്ലെന്ന് തോന്നുന്നത്. അതുമല്ല, അത് ഒരു കൈ ആരോ പൊക്കി കാണിക്കുന്നത് ഞാൻ കണ്ടു. വേഗം തന്നെ ഇയാൾ ആ കൈ താഴ്ത്തുന്നത് ഞാൻ കണ്ടു. സർ, പുറകിൽ കൂടി ട്രെയിൻ ചെക്ക് ചെയ്യൂ, ഞാൻ മുന്നിൽ കൂടി ചെക്ക് ചെയ്യാം. ഓക്കെ ശിവ, ഓക്കെ. ഞാൻ ഇപ്പൊ തന്നെ പുറകെ പോയി ചെക്ക് ചെയ്തോളാം. നീ അങ്ങോട്ട് ചെന്ന് നോക്ക്. ചെല്ല്, വേഗം. ശിവ പറഞ്ഞത് ശരിയാ. വാ, നമുക്ക് പുറത്തേക്ക് ഓടിക്കളയാം. ഉണ്ടാണ്ട് അവിടെ തന്നെ നിന്ന് അല്ലെങ്കിലുണ്ടല്ലോ. സഭാഷ് ബോസേ, സഭാഷ് ബോസേ, 3 കുട്ടികൾ ട്രെയിനകത്ത് കയറി എല്ലാം കണ്ടിരിക്കണ്. പെട്ടെന്ന് ട്രെയിൻ വിടാൻ നോക്ക് സാറേ. ഓക്കെ ഓക്കെ. ഇതാദ്യം ചെക്കാം. ഇതെന്താ ട്രെയിൻ പെട്ടെന്ന് പോകുന്നത്? എവിടെയാണ് നിങ്ങൾ? ഓ, എനിക്ക് അറിയില്ല ശിവ, അവരെവിടെയും കാണുന്നില്ല. ലഡു സിംഗ് സാർ, അവര് ട്രെയിനിലുണ്ട്. അപകടത്തിലാന്ന് തോന്നുന്നു. വേഗം വരൂ. സർ, പെട്ടെന്ന് തന്നെ നിങ്ങൾ ബൈക്ക് എടുത്തിട്ട് എന്റെ പുറകെ വരൂ. വേഗം ആവട്ടെ. വേഗം വിട്ടോ. ശരി സാർ. സർ, ട്രെയിൻ ഇതുവഴി തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ ശിവ? ഞാൻ പോലീസ് ഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട്, അവരിപ്പൊ തന്നെ എത്തും. പക്ഷെ നമുക്ക് ഈ ട്രെയിനിനെ തടയാൻ കഴിയില്ലല്ലോ. പേടറാം സർ, ഞാൻ ട്രെയിനിലേക്ക് പോവാണ്. നിങ്ങൾ എന്റെ പുറകെ വന്നാൽ മതി. ഞങ്ങളിതാ വരുന്നു ജീവ. പെടറാം, ഞങ്ങളിതാ വരുന്നു പറഞ്ഞിട്ട് നീ എന്നെ മാത്രം ഉന്തിയിട്ടില്ലേ? ക്ഷമിക്കണം സാറേ. അതിശയം തന്നെ. ഒരു ചെറുക്ക പറന്നു വരുന്നത് കണ്ട. ഇന്ന് മുതൽ നിങ്ങളുടെ പേര് സഭാഷ് എന്നുള്ളത് മാറ്റേണ്ടി വരും സഭാഷ് ബോസേ. അവരെ നോക്കി വേണം സഭാഷ് എന്നൊക്കെ പറയാനായിട്ട്. ഡ്രൈവർ അങ്കിൾ, ട്രെയിനിന്റെ ടയർ പഞ്ചറായി പോയി. സഭാഷ് ബോസ, ട്രെയിൻ ഒന്ന് നിർത്ത. ടയർ പഞ്ചറായെന്ന്. മണ്ട, പഞ്ചറാവൻ ഇത് കാറൊന്നും അല്ലല്ലോ. നമ്മളിപ്പോ ഉള്ളത് ട്രെയിനിനകത്താ. ട്രെയിനിന്റെ ടയർ ഒരിക്കലും പഞ്ചറാവില്ല. ഇതുപോലൊരു മരമണ്ടനെ ഞാൻ കണ്ടിട്ടില്ല. ആ ചെറുക്കനുണ്ട് ഒരു പണി കൊടുത്തേ മതിയാവൂ. എവിടെ പോയി? ബ്ലൂ ടയർ ഞാൻ ഓൺ ചെയ്യാൻ പോവാണ്. അപ്പൊ അത് ഇവിടെ തന്നെ ഒട്ടിപ്പിടിച്ചോളും. ശിവ. കുട്ടി, അനക്ക് എന്താ ഇവിടെ കാര്യം? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. കുട്ടിയെ പിന്നെ കുട്ടിന്നല്ലാതെ വേറെ എന്തോന്ന് വിളിക്കാനാ? ശിവ, ശിവ എന്നാണ് എന്റെ പേര്.
ലഡു സിംഗ് സർ, ഇവരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. ഓക്കെ, വരൂ, എന്റെ കൂടെ തന്നെ വരൂ. ഉവ്വ്.